ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട സത്യമാണ്. ഏതാണ് നല്ലൊരു എക്സലൻറ്റ് സ്ട്രാറ്റജി. അതായത് നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിലും കണ്ടെത്താൻ പറ്റുന്നൊരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇത്. USDയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും USD മാത്രം ട്രേഡ് ചെയ്യാൻ പറയുന്നത്. ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുമ്പോൾ തോന്നുന്നത് എന്താ, ഇത് ചുമ്മാ പറയുന്നതല്ല. ഇതിപ്പോൾ ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ് പൊസിഷൻ. അതായത് ഇതിനകത്ത് സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ റേഞ്ച് മാർക്കറ്റ് കണ്ടുപിടിക്കണം. ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഈ റേഞ്ച് മാർക്കറ്റ് നിങ്ങൾ ഉടനെ ഒന്നും ഇന്നും നാളെ പെട്ടെന്ന് ഒരു ദിവസം നിന്ന് കണ്ടാലൊന്നും മനസ്സിലാകത്തില്ല. കുറച്ച് നാളെടുക്കും ഈ റേഞ്ച് മാർക്കറ്റ് ഒന്ന് കണ്ടുപിടിക്കാനുണ്ട്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ റേഞ്ച് ആയിട്ട് തോന്നുന്നില്ലെങ്കിലും ഇതൊരു റേഞ്ച് മാർക്കറ്റാണ്. അതായത് ഇങ്ങനെ ഒരു റേഞ്ച് മാർക്കറ്റ് വരും. പിന്നെ ഞാൻ ഇവിടെ കൂടെ വർക്ക് ചെയ്യാൻ കാര്യം, ഇതിൻ്റെ ഓപ്പണിംഗ് ആണ്, റേഞ്ചാണ്. അതെ, ഇതിൻ്റെ ഓപ്പണിംഗ് റേഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ആ റേഞ്ച് അത്രയും ഏരിയ മാർക്ക് ചെയ്തെടുത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു വേറൊരു ഡൗട്ടാണ്. ഏതാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത്, നമ്മളൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നതാണ് മുകളിലോട്ട്. ഇപ്പോൾ ഡൗൺ സൈഡാണ് പോകുന്നതിൽ, അതായത് ഈ റേഞ്ചിൽ നിന്ന് ഡൗൺ സൈഡാണ് പോകുന്നതെങ്കിൽ നമ്മൾ അപ്പ് സൈഡ് മൊമെൻ്റ് ആയിരിക്കും നോക്കുന്നത്. അതായത് എന്താണ് ആ പടം വരയ്ക്കുന്ന സാധനം, എന്ത് പോയ അതെ, അതായത് ഇങ്ങനെ ഒരു റേഞ്ചിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു. പിന്നീട് എന്ത് ചെയ്തു, അത് ഇങ്ങനെ പതിയെ താഴോട്ട് വരുന്നു. ഇവിടെ നിന്ന് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ആണ് ഈ റേഞ്ചിൻ്റെ അപ്സൈഡ് വരെ, ഇവിടെ വരെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. സോ ഇങ്ങനെയാണ് മൊമെൻറ്റം പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തോന്നാവുന്നൊരു കാര്യമാണ് ഇവിടെ നിന്ന് നമ്മൾ എൻട്രി എടുത്തെന്നുള്ളത്. ഇവിടെ നിന്ന് എൻട്രി എടുക്കാനുള്ള കാര്യം, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു. അപ്പം നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് തോന്നും, ഇവിടെ ഒന്നും എന്താ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇല്ലേ, ഇവിടെ എവിടെയാണ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉള്ളതെന്ന് പറഞ്ഞേ. ഉണ്ടോ? നമ്മളിത് 1 മിനിറ്റിലോട്ട് മാറണം. ഓക്കെ, 1 മിനിറ്റിലോട്ട് മാറി. സോ അപ്സൈഡ് മൊമെൻറ്റം വരുന്ന ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതുവരെയും ക്യാൻഡിലിനകത്താണ്. ഈ റേഞ്ച് ഇപ്പോഴും വീണ്ടും ഒരു സൈഡ് വേസിലോട്ടാണ്. കണ്ടല്ലോ, നല്ല ഒരു മൊമെൻറ്റം വെച്ചാൽ ഇങ്ങനെ ഒരു പടയുന്നൊരു വീഴ്ച വീണോ ഇതുവരെയായിട്ടും വീണിട്ടില്ല. 5 മിനിറ്റ്സിലോട്ട് നമ്മൾ തിരിച്ചു പോയാലും കാണാം ഈ റേഞ്ചിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇവിടെ വേണം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടുപെടുന്നത്, ഞാൻ ഷുവർ. അതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് കുറച്ച് നാളുകൾ എടുക്കും ഇതൊന്നും മനസ്സിലായി വരണില്ല. അത് കഴിഞ്ഞാൽ സഡൻലി ഒരു ഡ്രോപ്പ് വീണു. ഈ വീണ് കഴിഞ്ഞപ്പോഴാണ് എന്ത് നമ്മളിനി ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലോട്ട് നോക്കേണ്ടത്. ഇവിടെ ഉണ്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഉണ്ട്. എവിടെ? ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ ഞാൻ അതും എടുത്തില്ല. ഈ ഒരു കൺഫർമേഷനോടെ വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് വന്നതെന്ന് മനസ്സിലായപ്പോൾ അത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എടുത്തു. പിന്നെ അതിനകത്തൊരു വേറൊരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. FL ലോ മിനിമം 3 വേണം, അതായത് 0.3 വേണം. മാക്സിമം എന്ന് പറയാൻ നമുക്കൊന്നുമില്ല. പിന്നീട് SL കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ലോ ആയിരിക്കണം. അതായത് ഇവിടെ എടുക്കുന്നതിൽ ഇതിൻ്റെ ഈ റേഞ്ച് ആയിരിക്കണം നമ്മൾ SL എപ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. വെക്കുന്നു, അനത്തുന്നു. ഓക്കെ, ഇപ്പം തന്നെ ഏകദേശം 1:4 അബവ് വന്നതാണ്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും 1:2 3 2 മാക്സിമം എടുത്താൽ മതി. 2 ഒക്കെ ആണെങ്കിൽ വിൻ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ കാരണം ഒത്തിരി റേഞ്ചിൽ ഇങ്ങനെ തന്നെ വരും. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റേഞ്ച് വരെ കീപ്പ് ചെയ്യണം. അപ്പം വിൻ റേറ്റ് കുറവായിരിക്കും. പക്ഷേ RR ബിഗ് ആയതുകൊണ്ട് ഇത് RR എത്ര വരുന്ന 3 എന്ന് പറയുമ്പോൾ 1:7 അടുത്ത് വരുന്ന 1:7 വരും. അപ്പോൾ 1:7 ഈ ഒരു ട്രേഡ് കിട്ടിയാൽ ബാക്കി 2 ട്രേഡ് പോയെന്ന് പറഞ്ഞാൽ പിന്നെ വീക്ക് 1:5 RR നമ്മൾ അപ്പില്ല. അതാണ് കാര്യം. സോ ഇനിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ബാക്ക് എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത് സെയിം, ഇത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ എളുപ്പപ്പെടും. കാരണം എന്താണ്, ഇത് കറക്റ്റാണ്, ഒരു റേഞ്ച് തന്നെ നിൽക്കുന്നത്. പിന്നീടാണ് ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്നത്. ഇവിടം വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ ഒരു മൊമെൻറ്റം കിട്ടിയത്. എന്ത് ചെയ്താ? യെസ്,
ഇവിടെയാണ്, ഇവിടെ വെച്ചാണ് കിട്ടിയത് ഈ വലിയ ക്യാൻഡിൽ. ഞാൻ അതിൻ്റെ മണ്ടയിൽ RR മിനിമം 1:3 അല്ല 0.3 വെക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ട് മിനിമം 3 വെച്ചു. വേണേൽ നിങ്ങൾക്ക് ഇവിടെ വെക്കാം 6, അപ്പം 1:2 ആവുന്നേ ഉള്ളൂ. അത് വേണേൽ ചെയ്യാം. ഞാൻ മിനിമം 3 വെക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 വെച്ചേക്കുന്നത്. ഓക്കെ, ഇതെന്താ ട്രേഡ്? 1:4 RR വരുന്ന ട്രേഡ് ഇനിയും ഉണ്ട്, കാണിച്ചു തരാം. ഇതെല്ലാം ഈ വീക്ക് തന്നെയാണ്, റീസെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈ എളുപ്പമുണ്ട്. ഇത് മാത്രം ഇത് കറക്റ്റാണ്. ഈ റേഞ്ച് നമുക്ക് കിട്ടുകയില്ല. October 1 വന്ന ട്രേഡ്, യെസ് ഷുവർ കേട്ടല്ലോ. ഡ്രോപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു, എടുക്കാൻ പറ്റിയിട്ടേ ഇല്ല. സോ ഒന്നെങ്കിൽ അത് SL അല്ലെങ്കിൽ നമുക്ക് എൻട്രി കിട്ടിയില്ല. അത് രണ്ടിലേതൊരു ഒന്നും നടക്കൂടെ. നെക്സ്റ്റ് ഡേ നോക്കിയോ, ഇത് റേഞ്ചാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇന്ന സമയം ഒന്നുമില്ല, ഒരു റേഞ്ച് വരുന്നു, ഡ്രോപ്പ് വരും, നല്ലൊരു പുഷ്. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് പഴയ ചാർട്ട്സ് നോക്കി പഠിക്കേണ്ട ഒരു കാര്യം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ പുഷ്, ഈ ഡ്രോ ഡൗൺ എന്തെയാണ്, അതിനെപ്പറ്റി കുറച്ചുകൂടെ കീപ്പ് ചെയ്യുക. ഇത് സെയിം, ഇത് ഇവിടുന്ന് തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇത് ഇങ്ങനെ 5 മിനിറ്റ്സ് തന്നെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ഇവിടെ വെച്ച് ഈ RRൻ്റെ ചൂട്ടി വെച്ചാലും മതി. അത് ഞാൻ അങ്ങനെ എടുക്കാനുള്ള കാര്യം, ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യം 5 മിനിറ്റ്സ് ചെയ്യുന്ന ഞാൻ എപ്പോഴും 1 മിനിറ്റിലോട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാണ്ടില്ല. യെസ്, നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാണാം. എവിടെയാ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ? യെസ്, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടല്ലോ. ഏതാ ബ്രേക്ക് ചെയ്തത്? ഇതിന്. അതിൻ്റെ മുന്നേ ഉണ്ട്, ഇവിടെ ഒന്നും ഞാൻ എടുക്കുന്നില്ല. അതാണ് 2 തവണ ഒരു കൺഫർമേഷൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു, എടുക്കുന്നു. മിനിമം 3 വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ 3 വെക്കുന്നു. ജസ്റ്റ് മിസ്, സ്റ്റിൽ മിനിമം 3 എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആക്കാം, നോട്ട് ഇഷ്യൂസ്, കുറച്ചുകൂടെ സേഫ് ആണെങ്കിൽ. സോ ഇഷ്ടംപോലെ ഉണ്ട്. ഇനിയുണ്ട് ഇത് അത് എല്ലാം വിന്ന് മാത്രമല്ല, ലോസ് വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1:3 അബോവ് വന്നു കഴിയുമ്പോഴേ SL ബ്രേക്ക് ഈവനിലോട്ട് വെക്കണം. അപ്പം ഇങ്ങനെയുള്ള ട്രേഡ്സ് അതുകൊണ്ട് ഇത് ഇവിടം വരെ വന്നു. ഇവിടം വരെ വന്നു. അപ്പോൾ 1:3 ഒക്കെ ബുക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ 2 ഒക്കെ ബുക്ക് ചെയ്യുന്നവരെ എല്ലാവരും TP ഹിറ്റായി. ഇവിടം വരെ വെയിറ്റ് ചെയ്തിരുന്നവരുടെ മാത്രമാണ് തിരിച്ച് റിവേഴ്സ് SL അടിക്കുന്നത്. അങ്ങനെ വരുന്നൊരു ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ 1:3 എത്തുമ്പോഴത്തേന് SL എൻട്രി പോയിന്റ് വെക്കുക. 1:4 ഒക്കെ എത്തുമ്പോഴത്തേന് ഒരു 1% SL വെക്കുക. അപ്പോൾ ഇനി അഥവാ തിരിച്ചൊന്ന് ഹിറ്റായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1% പ്രോഫിറ്റിൽ ബുക്കായി പോകും. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ വെക്കാറില്ല 1%. ഞാൻ മാക്സിമം വെക്കുന്ന കാര്യം SL എൻട്രി പോയിന്റോട്ട് വെക്കും. അതുവരെ ഞാൻ മാക്സിമം വെക്കാറുള്ളൂ. കാരണം ചിലപ്പോൾ 1% ഒക്കെ വന്നിട്ട് തിരിച്ച് പോകുന്നതാണ്. നെക്സ്റ്റ് ഇത് സിമ്പിൾ സെയിം സിനാരിയോ, 3 പോയിന്റ് സംതിങ് RR വരുന്നുണ്ട്. ഇത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്നുണ്ട്. അങ്ങോട്ട് ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറ്റിയൊരു സ്ട്രാറ്റജി. ബിഗിനേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്ന EURUSDയിലാണ്. അതുകൊണ്ടാണ് ഞാൻ EURUSD വെച്ച് മാത്രം കാണിക്കുന്നത്. നമ്മളിപ്പം ലൈവായിട്ട്, അതായത് വെറുതെ ലൈവായിട്ട് നമ്മൾ കാണിക്കുന്ന ഒരു ട്രേഡിൻ്റെ സെറ്റപ്പാണിത്. അപ്പോൾ അത് മാത്രമല്ല, ഞാനൊരു കാര്യം ചെയ്യാം. നെക്സ്റ്റ് മൺഡേയിൽ നമുക്ക് പറ്റുവാണെങ്കിൽ നെക്സ്റ്റ് മൺഡേ തൊട്ട് EURUSD തന്നെ ഈ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രേഡ്സ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഒത്തിരി പേര് വെച്ചൊരു 3-4 പേര് എനിക്ക് ട്വിറ്ററിൽ മെസ്സേജ് ഇട്ട് പറഞ്ഞു, ബ്രോ $100 കാണിച്ച കാര്യമില്ല, ഞങ്ങൾക്കൊന്നും $100 ഇല്ല, ഞങ്ങൾ മിക്കവരും ഫണ്ടഡ് അക്കൗണ്ട്സ് ആണ് $30 അതുപോലെ ഒരെണ്ണം എടുത്ത് കാണിക്കാമെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ഒരു 33 എങ്ങാണ്ട് ഫണ്ടിങ് വിപ്സിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് പുതിയ ഒരെണ്ണം എടുത്തിട്ട് ലൈവ് ട്രേഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ച് അത് പാസ്സായി കാണിച്ചു തരാം. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് മൺഡേ കാണാം.